വിദേശത്തുള്ളവർക്കും നാട്ടിൽ ഒന്നിൽ കൂടുതൽ സിമ്മുള്ളവർക്കുള്ള ഒരു ആശങ്കയാണ് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ റീചാർജ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ സിമ്മ് കട്ടായി പോയിട്ട് മറ്റൊരാൾക്ക് നമ്മുടെ സിമ്മ് കിട്ടുമോ എന്നുള്ളത്. എങ്കിൽ ഇതിനൊക്കെ ഒരു കാലാവധി ഉണ്ട്. ആ കാലാവധി കഴിഞ്ഞിട്ട് നമ്മൾ റീചാർജ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ സിമ്മ് കട്ടായിട്ട് മറ്റൊരാൾക്ക് ഈ നമ്പർ കിട്ടും. എങ്കിൽ നമുക്ക് ഈ നമ്പർ അത്യാവശ്യമാണ്. എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 105 ദിവസം വരെ നമ്മൾ റീചാർജ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഈ സിം ഉപയോഗിക്കാം. ഈ നമ്പർ മറ്റൊരാൾക്ക് പോകത്തുമില്ല. അത് 90 ദിവസമാണ് ഈ കാലാവധി കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ റീചാർജ് ചെയ്തിട്ടില്ല 15 ദിവസവും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്താ, നമുക്ക് ആ സിം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു അവസരമാണ്. എങ്കിൽ ഈ 15 ദിവസം 90 കഴിഞ്ഞ് 15 ദിവസവും 105 ദിവസമായി. ഈ 105 ദിവസമായിട്ട് നമ്മൾ റീചാർജ് ചെയ്യുന്നില്ല എങ്കിലാണ് നമ്മുടെ സിം കട്ടായി മറ്റൊരാൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 90 ദിവസം കഴിഞ്ഞ് ഒരു 105 ദിവസം ആകുമ്പോഴത്തേക്കും 105 104 103 ദിവസം ആയി കഴിയുമ്പോൾ നമ്മളൊരു ഏറ്റവും കുറഞ്ഞൊരു പ്ലാൻ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിം വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ 104 105 ദിവസം വരെ വീണ്ടും ഉപയോഗിക്കാം. അപ്പം എല്ലാ മാസവും ഒന്ന് റീചാർജ്, ചിലർക്ക് അറിയത്തില്ലാത്തവർ കട്ടായി പോകുമല്ലോ എന്നോർത്ത് വെറുതെ ഉപയോഗിക്കുന്നില്ലെങ്കിലും ചെറിയ പ്ലാൻ എല്ലാ മാസവും ചെയ്ത് പോകുന്നവരുണ്ട്. എങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു 104 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ചെറിയ പ്ലാൻ, ഏറ്റവും ചെറിയ പ്ലാൻ ഏതാണെന്ന് നോക്കിയിട്ട് റീചാർജ് ചെയ്താൽ മാത്രം മതി.